നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും അത്ഭുതകരവും രഹസ്യങ്ങളാലും സമ്പന്നവുമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. അതാണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. ഈ ക്ഷേത്രം വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നതാണ്. ഇവിടെ ദൈവം പത്മനാഭസ്വാമി എന്ന രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകത വിഷ്ണുവിന്റെ അനന്തശയന രൂപമാണ്. അതായത് മഹാവിഷ്ണു ഒരു വലിയ സർപ്പമായ അതിശേഷയുടെ മുകളിൽ ശയിച്ചിരിക്കുന്ന രൂപത്തിൽ കാണപ്പെടുന്നു. ദൈവത്തിന്റെ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂവ് ഉയരുന്നതും അതിന്റെ മുകളിൽ ബ്രഹ്മാവിരിക്കുന്ന രൂപവുമാണ് ഈ വിഗ്രഹത്തിന്റെ പ്രത്യേകത. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം വളരെ പുരാതനമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ആരാധന നടന്നതായി ചരിത്രരേഖകൾ പറയുന്നു. എന്നാൽ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ രൂപം ലഭിച്ചത് 18-ാം നൂറ്റാണ്ടിലാണ്. അന്ന് മാർത്താണ്ഡവർമ്മ എന്ന തിരുവിതാംകൂർ രാജാവ് ക്ഷേത്രം നവീകരിച്ചു. അതിലും അതിശയകരമായ കാര്യം, അദ്ദേഹം തന്റെ മുഴുവൻ രാജ്യവും പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു. അതിനുശേഷം രാജാവ് തന്നെ പത്മനാഭദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അതായത് പത്മനാഭസ്വാമിയുടെ ദാസൻ. ഈ ക്ഷേത്രത്തിന്റെ ശില്പകലയും അത്ര തന്നെ അത്ഭുതകരമാണ്. ദ്രാവിഡ ശൈലിയിലുള്ള വലിയ ഗോപുരവും നൂറുകണക്കിന് കല്ലുതൂണുകളാൽ നിർമ്മിച്ച നടപ്പുഴകളും പുരാതന ചിത്രങ്ങളും ശില്പങ്ങളും ഈ ക്ഷേത്രത്തെ വളരെ മനോഹരമാക്കുന്നു. എന്നാൽ ഈ ക്ഷേത്രം ലോകമെമ്പാടും പ്രശസ്തമായത് മറ്റൊരു കാരണത്താലാണ്. 2011-ൽ ക്ഷേത്രത്തിനകത്തെ ചില രഹസ്യ വോൾട്ടുകൾ തുറന്നപ്പോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കണ്ടെത്തൽ നടന്നു. അവിടെ നിന്ന് ടണ്ണുകളോളം സ്വർണം, വിലയേറിയ വജ്രങ്ങൾ, പുരാതന നാണയങ്ങൾ, വളരെ വിലപ്പെട്ട ആഭരണങ്ങൾ എന്നിവ കണ്ടെത്തി. ഇവയുടെ മൂല്യം ലക്ഷക്കണക്കിന് കോടി രൂപ വരെയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ ആകെ 6 രഹസ്യ വോൾട്ടുകളുണ്ടെന്നാണ് പറയുന്നത്. അവയെ A, B, C, D, E, F എന്നിങ്ങനെ വിളിക്കുന്നു. അതിൽ ഏറ്റവും രഹസ്യപരമായത് B വോൾട്ടാണ്. ഇത് ഇന്നുവരെ തുറന്നിട്ടില്ല. പലരും വിശ്വസിക്കുന്നത് ഈ വോൾട്ടിന് പിന്നിൽ വലിയ രഹസ്യങ്ങളും പുരാതന നിധികളും ഒളിഞ്ഞിരിക്കാം എന്നാണ്. ഇന്നും ലോകമെമ്പാടുമുള്ള ഭക്തരും സന്ദർശകരും ഈ ക്ഷേത്രം കാണാനെത്തുന്നു. എന്നാൽ ഇവിടെ പ്രവേശിക്കാൻ ചില പ്രത്യേക നിയമങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് മാത്രമാണ് പ്രവേശനം. പുരുഷന്മാർ മുണ്ട് ധരിക്കണം. സ്ത്രീകൾ സാരി അല്ലെങ്കിൽ പരമ്പരാഗത വസ്ത്രം ധരിക്കണം. മൊബൈൽ ഫോണുകളും ക്യാമറകളും ക്ഷേത്രത്തിനകത്ത് അനുവദിക്കില്ല. ഇത്രയും ചരിത്രവും രഹസ്യവും ആത്മീയതയും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ ക്ഷേത്രം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു വലിയ പ്രതീകമാണ്. അതുകൊണ്ടുതന്നെ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു.